നൈറ്റ് ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ കിടന്നത്. പക്ഷേ രാവിലെ തന്നെ എണ്ണീറ്റിട്ടുണ്ട്. നമുക്കൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് കൊച്ചി വരെ പോവാണ്. അങ്ങനെ രാവിലെ എണ്ണീറ്റ് കുളിച്ച് റെഡിയായി സിദ്ധൂട്ടനെയും കുളിച്ച് ഒരുക്കി. അവൻ്റെ കണ്ണിലൊരു കൊതു കുത്തിയതാണ് രാത്രി കണ്ണുപോലും തുറക്കാൻ വയ്യായിരുന്നു. രാവിലെ എണ്ണീറ്റപ്പോൾ കുറച്ച് കുറവുണ്ട്. അങ്ങനെ വീട്ടിൽ ഇരുന്ന് തലേണ മൊത്തം നമ്മുടെ അടുത്ത് വണ്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അവന് ജനിച്ചപ്പോൾ തൊട്ടേ തലേണയിലിട്ട് ആട്ടി ഉറക്കി ഇപ്പം അവനതൊരു ശീലമായി. ഇപ്പം തലേണ ഇല്ലെങ്കിൽ അവൻ ഉറങ്ങത്തേ ഇല്ല. വണ്ടിയിൽ കയറി കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവന് വിശക്കാൻ തുടങ്ങി. കൂടെ നമുക്ക് വിശന്നുകൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി. ദോശ കഴിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ രാവിലെ ദോശയാണിന്ന് കഴിക്കുന്നത്. ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് ക്ഷീണം കൊണ്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചപ്പോൾ അവനൊരു തരത്തിൽ ഉറങ്ങത്തില്ല. അവനാണ് വണ്ടിയിലിരുന്ന് ഭയങ്കര ബഹളം. പിന്നെ കുറച്ച് നേരം പാട്ട് പാടി കേൾപ്പിച്ചു, പിന്നെ ഡാൻസൊക്കെ കളിച്ച് കാണിച്ച് അങ്ങനെയൊക്കെയാണ് പിന്നെ അവൻ അടങ്ങിയിരുന്നത് കുറച്ച് നേരം. സാറക്കുട്ടിയുടെ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ കുറച്ച് നേരം അവിടെ ഇരുന്നോളും. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവളിങ്ങനെയൊക്കെ കാണിക്കുന്നത്. രാവിലെ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഉച്ചയായപ്പോഴാണ് കൊച്ചിയിലെത്തിക്കഴിഞ്ഞ് നമ്മൾ നേരെ ലുലുവിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ പോഞ്ഞിക്കര കുസൈനിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് തീരുമാനിച്ച് വന്നതുകൊണ്ട് നമ്മൾ ലുലുവിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. കുഞ്ഞിന് മാത്രം നമ്മൾ ഫുഡ് വാങ്ങി കൊടുത്തു. പക്ഷെ അവൻ അധികം കഴിച്ചില്ല. കാരണം അവനത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അത് മൊത്തം കഴിക്കേണ്ടി വന്നു. അങ്ങനെ അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വയറ് നിറഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. അവൻ ഉറങ്ങി എണ്ണീറ്റപ്പോഴത്തേക്കും നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോഞ്ഞിക്കര കുസൈനിലെത്തി. പക്ഷേ എനിക്കധികം കഴിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഓൾറെഡി അവൻ്റെ ഫുഡ് കഴിച്ച് എൻ്റെ വയറ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ റൈസ് അധികം കഴിച്ചില്ല. പക്ഷേ ഈ ഫിഷ് ഐറ്റം ഒക്കെ കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചു. കാരണം അത്രയ്ക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ സീ ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൊച്ചിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവരുടെ ഈ ഒരു ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രോൺസിനൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം ഫ്രഷ് ആയിരുന്നു. ആ ഫിഷ് ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഫുഡൊക്കെ കൂടെ കണ്ടിട്ട് എനിക്ക് കൊതി വന്നിട്ട് വയ്യ. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് ഫിഷ് കറി ഉണ്ടായിരുന്നു, ഓയിസ്റ്റർ ഉണ്ടായിരുന്നു, സ്ക്വിഡ് ഉണ്ടായിരുന്നു, പ്രോൺസൊക്കെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. ഷാവലേട്ടാണെങ്കിൽ കപ്പലണ്ടി പെറുക്കി തിന്നുന്ന പോലെയാണ് പ്രോൺസൊക്കെ തിന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഫുഡെല്ലാം ഒട്ടും വേസ്റ്റ് ആക്കാതെ എല്ലാം കഴിച്ചിട്ടുണ്ട്. ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. ലാസ്റ്റ് മുള്ളു മാത്രമേ നമ്മൾ എന്തായാലും ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ കഴിച്ചു. എനിക്കാണെങ്കിൽ കുഞ്ഞിൻ്റെ ഫുഡ് കഴിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നിട്ട് അധികം കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വയറൊക്കെ നിറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ റൂമിലേക്ക് പോയി കേട്ടോ.